ഈ ലോകത്ത് ജീവിക്കുന്ന വിജയിക്കുന്ന മനുഷ്യനാണ് നാളെ പരലോകത്ത് ഉന്നതമായ വിജയമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് 3 സ്വഭാവ വൈകൃതങ്ങളെ പറ്റി വിശദീകരിച്ചുകൊണ്ട് ആ വൈകൃത സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾക്ക് പിരിയാം. സർവശക്തനായ പടച്ചതമ്പുരാൻ ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ഓരോരുത്തരും അവരവരുടെ കാര്യത്തെ പറ്റിയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് അവനവനെ പറ്റിയാ പറയുന്നത് എന്ന് പറയുന്ന ഞാനും പറയിപ്പിച്ച സംഘാടകരും കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ നമുക്കൊരു മാറ്റമുണ്ടാകും. അള്ളാഹു അതിന് മാറാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅളുകൾക്ക് കുറവൊന്നുമില്ല, വഅളുകൾക്കൊരു കുറവുമില്ല. അതുകൊണ്ട് മാറാൻ തീരുമാനിച്ചോളിൻ. അള്ളാഹു നമ്മളെ മാറ്റിത്തതുമാറാകട്ടെ. ഈ ഒരു സദസ്സ് അതിനൊരു സബബായി, ഒരു കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ ഒന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഉറങ്ങരുത്. 2 മണിക്കൂർ, അതിൽ 15 മിനിറ്റ് പോയി. ഇനി 1.25 മണിക്കൂറേ ഉള്ളൂ. ശ്രദ്ധയോടെ കേട്ടോളിൻ. ഒന്നാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി. അവന്റെ സ്വഭാവം എന്ത്, അവനെ എന്തിനോട് അള്ളാഹു ഉപമിച്ചു, നമുക്ക് വിശദീകരിക്കാം. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഏതെങ്കിലും മനുഷ്യനല്ല പറയുന്നത് നീ ഇന്ന മൃഗമാണ് എന്ന്. സൃഷ്ടിച്ച പടച്ചോനാ പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ടവന് പറയാൻ, അവന് സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. അതും പറഞ്ഞത് ഏതെങ്കിലും ഒരു മാസികയിലല്ല, ഏതെങ്കിലും ഒരു ദിനപത്രത്തിലല്ല, ഏതെങ്കിലും ഒരു വാരികയിലല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. എന്തായിരുന്നു ഒന്നാമത്തെ വിഭാഗം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഇവര് മനുഷ്യരല്ല മൃഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പരിചയപ്പെടുത്തിയ ഏത് ഖുർആനാണ് സഹോദരങ്ങളെ, ഏത് ഖുർആനാണ് പ്രിയപ്പെട്ടവര്? ഇന്നും എത്രയോ സ്ഥലങ്ങളിലാണ് പരിശുദ്ധമായ ഖുർആനിനോടുള്ള കലിവുണ്ട്, ഖുർആനിനോടുള്ള വൈരാഗ്യം കൊണ്ട്, ഖുർആനിനോടുള്ള വിദ്വേഷം കൊണ്ട് എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന് വലിച്ചു കീറപ്പെടുന്നത്. എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധമായ ഖുർആന് മലീമസമാക്കപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ, ഇന്നേ വരെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ ഒരു ഹറക്കത്തിനോ ഒരു അക്ഷരത്തിനോ യാതൊരു മാറ്റവുമില്ലാത്ത വ്യത്യാസം വരാത്ത അള്ളാന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെയും നരകത്തിന് വേണ്ടിയാണ് ഞാൻ പടച്ചത്. ഇതാരാണ് സഹോദരങ്ങളെ പറയുന്നത്? അല്ലാഹുവാ പറയുന്നത്. അവന്റെ കലാമിലൂടെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെയും ഞാൻ പടച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ തേവലക്കരയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഭൂരിപക്ഷം ആളുകളും നരകത്തിലാണ്. ന്യൂനപക്ഷമാണ് അള്ളാന്റെ സ്വർഗത്തിൽ പോവുക. ഭൂരിപക്ഷം ആളുകളെയും അള്ളാഹു എവിടേക്ക് വേണ്ടിയിട്ടാണ് പടച്ചത്? അവന്റെ നരകത്തിന് വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അവരുടെ സ്വഭാവം എന്തെന്നറിയുമോ? ആ മനുഷ്യ വിഭാഗത്തിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? ലഹുമു ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഞാൻ നല്ല ഹൃദയം കൊടുത്തിരിക്കുകയാണ്, നല്ല ഹൃദയം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഇടതുഭാഗത്തിടത്ത് നെഞ്ചിലേക്ക് ചേർന്നിരിക്കുന്ന ഹൃദയമുണ്ടല്ലോ, ആ ഒരു ഹൃദയം അല്ലാഹു തന്നതെന്തിനെന്നറിയുമോ? അല്ലാഹു തന്നതെന്തിനെന്നറിയുമോ സഹോദരങ്ങളെ? ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പറയുന്ന ഭൂരിപക്ഷം ആളുകളെ ഞാൻ നരകത്തിന് വേണ്ടി പടച്ചതാണ്. അവര് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? അവർക്ക് ഞാൻ ഹൃദയം കൊടുത്തു. ആ ഹൃദയം കൊണ്ട് ലാ യഫ്ഖഹൂന ബിഹാ, ആ
അവര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് ഞാൻ നയനങ്ങൾ കൊടുത്തു, കണ്ണുകൾ കൊടുത്തു, മനോഹരമായ കണ്ണുകൾ കൊടുത്തു, പക്ഷെ കാണേണ്ടത് അവര് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ഞാൻ ശ്രവണപുടങ്ങൾ കൊടുത്തിരിക്കുകയാണ്, പക്ഷേ കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല, അവര് കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല. ധാരാളം കാര്യങ്ങൾ അവര് കേൾക്കുന്നുണ്ട്, ധാരാളം വസ്തുക്കൾ അവര് കാണുന്നുണ്ട്, പലതിനെ പറ്റിയും അവര് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹു പറയുന്നു ചിന്തിക്കേണ്ടത് അവര് ചിന്തിക്കുന്നില്ല, കാണേണ്ടത് അവര് കാണുന്നില്ല, കേൾക്കേണ്ടത് അവര് കേൾക്കുന്നില്ല. ഈ 3 സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യനുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തന്നെ പറയുകയാണ്, ഉലൈക കല്ലനആം, അവന് 4 കാലുകളെ പോലെയാ, അവന് 4 കാലുകളെ പോലെയാ. അവിടെ പട്ടിയെന്നല്ല പറഞ്ഞില്ല, അവിടെ പന്നിയെന്നല്ല പറഞ്ഞില്ല, കഴുതയെന്ന്, കുതിരയെന്ന്, ഒട്ടകമെന്ന്, പശുവെന്ന്, കാളയെന്ന്, എരുമയെന്ന്, പോത്തെന്നല്ല പറഞ്ഞില്ല. 4 കാലുകളെന്ന് പറയുന്ന 4 കാലുകളായ ജീവികളുണ്ടല്ലോ, ആ 4 കാലുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് ആ 4 കാലുകളോട് ഉപമിച്ചുകൊണ്ട് അള്ളാഹു ഒറ്റ വാക്കിൽ പറയുകയാണ്, ഉലൈക കല്ലനആം, കണ്ണു കൊടുത്തിട്ട് കാണേണ്ടത് കാണാത്തവനെ, കാത് കൊടുത്തിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവനെ, ഹൃദയം കൊടുത്തിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവന്, നീ ആരെ പോലെയാണ്? 4 കാലിയെ പോലെയാണ്. ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് കാണാണ്ടത് കാണാത്ത മനുഷ്യ, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത മനുഷ്യ, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത മനുഷ്യ, നീ കഴുതയെ പോലെയാണ്, നീ കാളയെ പോലെയാണ്, നീ പട്ടിയെ പോലെയാണ്, പന്നിയെ പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത വിഷമം വന്നാലോ, അവർക്ക് ദുഃഖം വന്നാലോ, അവർക്ക് നാണക്കേടായാലോ, അതുകൊണ്ട് അല്ലാഹു ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് പറയുകയാ, ബൽഹും അലല്ലോ, അവര് 4 കാലുകളെ പോലെ എന്ന് മാത്രമല്ല, ബൽഹും അലല്ലോ, അതിനേക്കാളും നിന്ദ്യരാണ്, നികൃഷ്ടരാണ്, നീചരാണ്, വൃത്തികെട്ടവരാണ്, അതിനേക്കാൾ അധമന്മാരാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ചെയ്ത തെറ്റെന്താണ്? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരശ്രദ്ധരായി ജീവിക്കുന്നവരാ, അവര് ബോധമില്ലാതെ ജീവിക്കുന്നവരാ, ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്നവരാ, മുന്നിലൂടെ കാണുന്ന കാഴ്ചകളല്ല കണ്ടിട്ട് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവനാണ്, പക്ഷേ അവര് കാണാത്തതുപോലെ നടന്നു പോവുകയാ. തന്റെ മുന്നിൽ വേദനിക്കുന്ന രോഗം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, കടം കൊണ്ട്, പ്രയാസം കൊണ്ട്, നൊമ്പരം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവന് കണ്ട പാപം പോലും നടിക്കാട്, അവന് കണ്ട ഭാവം പോലും നടിക്കാതെ നടന്നു പോകുന്നവനാ. എത്രയോ ദീനരോധനങ്ങൾ അവന്റെ കാതിൽ കേട്ടു സഹോദരങ്ങള്, അത് കേൾക്കാത്തവനെ പോലെ നടന്നു പോവുകയാ. അവന്റെ ഹൃദയം അല്ലാഹു എന്തെല്ലാം ചിന്തിക്കാനുള്ള സൗകര്യം കൊടുത്തു, എന്തെല്ലാം സാഹചര്യങ്ങൾ ഇട്ടുകൊടുത്തു, പക്ഷെ അവനെ ചിന്തിക്കുന്നില്ല. ഇവനെ പറ്റി അല്ലാഹു പറഞ്ഞ ഇവന്റെ തെറ്റേതെന്നറിയോ? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവൻ അശ്രദ്ധനായി ജീവിക്കുന്നവനാ. ഇവനെ അല്ലാഹു ഉപമിച്ചത് എന്തിനോടെന്നറിയോ? ഉലൈക കല്ലനആം ബൽഹും അളല്ലൂ, അവന് 4 കാലുകളെക്കാൾ അധപ്പതിച്ചവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുമ്പോ, തേവലക്കരയുടെ മണ്ണിൽ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന തേവലക്കരയുടെ മണ്ണിൽ ഒരു വർഗീയ കലാപത്തിന് പിരികൊടുത്താൻ വേണ്ടിയിട്ട് വന്ന് വയോധികനായ അലവിക്കുഞ്ഞുസ്താദ് വെട്ടിക്കൊന്ന തേവലക്കരയുടെ മണ്ണിൽ വെച്ച് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ സഹോദരങ്ങളെ, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, ചിന്തിക്കേണ്ട കാര്യങ്ങളെ ചിന്തിക്കാതെ പോകുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ്, ആപത്തിലേക്കാണെന്ന ബോധം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശ്രദ്ധയിൽ നിന്ന് ഒന്ന് ഉണരണേ, എന്നിട്ട് ചിന്തിക്കണേ, എന്നിട്ടൊരു നവോന്മേഷത്തോടെ ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പരിചയപ്പെടുത്തിയത് അശ്രദ്ധ കാരണം അള്ളാഹു അവനെ ഉപമിച്ചത് 4 കാലുകളെ പോലെയാണ്. നിസ്കരിക്കാത്തവൻ, ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവൻ, ളുഹറിന് പെട്ടെന്ന് കയറി ബാങ്ക് 11 മണിക്ക് വിളിച്ചു, മുക്രി, ആളുകൾ കമ്പും തടിയും വടിയുമായിട്ടൊക്കെ വന്നു, കാരണം കാലം മോശമാണല്ലോ. ആ സമയത്ത് എന്തിനാ 12:30ക്കുള്ള ബാങ്ക് 11 മണിക്ക് വിളിക്കുന്നത്?
മോദി സാഹിബ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരും ആക്രമിക്കാമെന്നത് കൊണ്ടോ ഉറങ്ങിയിട്ട് സമയം തെറ്റി വിളിച്ചതോ ഒന്നുമല്ല, ഈ നാട്ടുകാരന്റെ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് എന്റെ ലോഹറിന് നിങ്ങൾ കൃത്യമായി വരാത്തത്. പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നവൻ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കേട്ട ഭാവം പോലും നടിക്കാത്തവനെ കഴുത എന്ന് പറയാൻ പറ്റുമോ? കഴുതയ്ക്ക് നാണക്കേടാ. റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ ഖാളിമാരും ഇമാമുമാരും ഖതീബുമാരും നാളെ നോമ്പാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യന് കഴുതകളെ പോലെ മേഞ്ഞു നടന്നു തിന്നുകൊണ്ട് പകല് നേരെ പടച്ചവനോട് വൈരാഗ്യത്തോടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നവനെ പട്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ? പട്ടിക്ക് നാണക്കേടാവും. സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ട് വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ പോകാത്തവനെ മറ്റേതെങ്കിലും മൃഗത്തിന്റെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? ആ മൃഗത്തിന് നാണക്കേടാവും. അത് അള്ളാഹ്ക്ക് നല്ലതുപോലെ അറിയാം. പടച്ചവൻ നീതിമാനാ, അള്ളാഹു നീതിമാനാ. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു, നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാൽക്കാലികൾക്ക് സങ്കടാവും. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ പോലെയല്ല, ബൽഹും അല്ലല് നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ളവരാണ്, നിങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ തെറ്റ്? കള്ളുടിയല്ല, പെണ്ണുപിടിയല്ല, പലിശയല്ല, പിന്നെ ഏതാണ്? ഒറ്റ തെറ്റ്, അശ്രദ്ധമായി ജീവിക്കുക. റസൂലുള്ളാന്റെ ദുആ എന്താണ്? നമ്മൾ ഇന്ന് വരെ അള്ളാന്റെ റസൂല് ദുആ ചെയ്ത ഈ ദുആ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്താ റസൂലുള്ളാന്റെ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ഇബാദത്ത് എടുക്കാൻ കഴിയാത്ത ഒരു അശക്തത, ആ ഒരു അവസ്ഥയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വൽ കസൽ, അശക്തത ഇല്ലെങ്കിൽ പോലും, ശക്തി ഉണ്ടെങ്കിൽ പോലും നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയാത്ത അലസത, അതിൽ നിന്ന് ഞാൻ പടച്ചവനെ നിന്നോട് കാവൽ തേടുന്നു. നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ദ്വാരക്കും, നമ്മൾ സുന്നികളാണെന്നൊക്കെ പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്തിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോ. നമ്മൾ ദുആ ചെയ്യുന്നവരാണ്, പക്ഷെ ഈ ദുആ നമ്മൾ ഇന്ന് വരെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? പടച്ചവനെ, അശക്തത വന്നിട്ട്, അസുഖം പിടിച്ചിട്ട്, രോഗം പിടിച്ചിട്ട്, ശരിയല്ലേ? പണ്ട് കാലങ്ങളിൽ 12 മണിക്ക് 1 മണിക്കും 2 മണിക്കും ചോറ് കഴിച്ചിട്ട് വല്യപ്പ വീട്ടിന്റെ കോലായിലേക്ക് വരുമ്പോ വല്യമ്മ കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമായിരുന്നു. എന്താ? മുറുക്കാൻ, അല്ലേ? മുറുക്കാൻ കൊണ്ടുവന്ന് വല്യപ്പാന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും, വായിലേക്കിട്ട് ചവച്ചിട്ട് നീട്ടി തുപ്പുമായിരുന്നു. അതായിരുന്നു ഭക്ഷണം കഴിച്ചാൽ പണ്ടുള്ള പിതാക്കന്മാരുടെ സ്വഭാവമെങ്കിൽ 2 മണിക്ക് ആഹാരം കഴിച്ച് വീട്ടിന്റെ അടുക്കളയിൽ നിന്ന്, ഡൈനിങ് ഹാളിൽ നിന്ന് കോലായിലേക്ക് വരുമ്പോ ഇന്ന് വല്യമ്മ കൊണ്ട് കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. മുറുക്കാനല്ല, 10 ഗുളിക, അല്ലേ? ഷുഗർ കൂടാതിരിക്കാൻ, കുറയാതിരിക്കാൻ, BP കൂടാതിരിക്കാൻ, കുറയാതിരിക്കാൻ, അങ്ങനെ 10 ഗുളിക കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. അതും കഴിച്ചിട്ടാണ് പോയി ചുരുണ്ടുകൂടി കിടക്കുന്നത്. എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ആരോഗ്യം നഷ്ടപ്പെട്ട് നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വരരുത്. അതുപോലെ ആരോഗ്യം ഉണ്ടായിരിക്കവേ അലസതയോടുകൂടി നിനക്ക് ഇബാദത്ത് എടുക്കാത്തൊരു സാഹചര്യം എനിക്ക് വരുത്തരുത്. അള്ളാഹു ഒരു ചോദ്യം ഖുർആനിലൂടെ ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്റെ തേവലക്കരക്കാർ പഠിക്കണം. പഠിച്ചില്ല എങ്കിൽ അതൊരു ആപത്താണ്, ഒരു അപകടമാണ്. എന്ത് ചോദ്യം അല്ലാഹു ചോദിച്ചത്? ഒരു ചോദ്യം അള്ളാഹു ചോദിച്ചു. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ, എണ്ണമറ്റ തഫ്സീറുകൾ കാണാനും ആ തഫ്സീറുകളുടെ ഇടയിൽ ആ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഒരു സമൂഹത്തിന് ആത്മീയമായ നവോന്മേഷം കൊടുത്ത ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആ മഹാനുഭാവന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, ഖുർആനിൽ വളരെ വിരളമായി അള്ളാഹു തആല ചോദിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ചില ചോദ്യങ്ങൾ, ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിച്ചു. എന്താ ചോദിച്ചത്? ആ ചോദ്യം എന്റെയും നിങ്ങളുടെയും കാതുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ കോൽമയിൽ കൊള്ളണം, പ്രകമ്പനം കൊള്ളണം, വിപ്ലവം ഉണ്ടാക്കണം നമ്മുടെ കാതുകളിൽ. എന്താ അള്ളാഹു ചോദിച്ചത്? പടച്ചതമ്പുരാന് ചോദിച്ച ചോദ്യമേതെന്നറിയോ? അള്ളാഹു ചോദിക്കുകയാണ്, ഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അള്ളാഹു ചോദിക്കുകയാണ്,
മനുഷ്യ 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 അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ നിന്നെ ഞാൻ വൃഥാവിലാണ് പടച്ചതെന്ന് നീ കരുതിപ്പോയോ? ഒരു ചിന്തയുമില്ലാതെ അശ്രദ്ധനായി നടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പടച്ചതെന്ന് നീ ഭാവിക്കുന്നുണ്ടോ? വെറുതെ നിന്നെ ഞാൻ പടച്ചെന്ന് നീ കരുതുന്നുണ്ടോ? അന്നകും ഇലൈനാ ലാ തുർജഊൻ അങ്ങനെ നടന്നുപോയാൽ എന്റെ മുന്നിൽ നീ തിരികെ വരില്ല എന്ന് നീ തോന്നിപ്പോയോ? നീ തിരികെ വരില്ല എന്ന ചിന്ത നിന്നെ വേട്ടയാടുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എത്ര വലുതാണ് എന്റെ പെങ്ങള്. എത്രയോ ദൃഷ്ടാന്തങ്ങൾ എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ വന്നു പെങ്ങള്. എത്രയോ അത്ഭുതങ്ങൾ ഞാനും നിങ്ങളും കണ്ട് സഹോദരാ. എന്നിട്ട് നമുക്ക് മാറാൻ കഴിയുന്നില്ല. അള്ളാഹുവേ, പല പള്ളികളും ഒന്ന് കയറി നോക്കിയാൽ ആ പള്ളികളിൽ ഇന്ന് നമസ്കരിക്കാൻ വരുന്നത് പ്രായമുള്ള കുറെ ആളുകളാ, പ്രായമുള്ള കുറെ വയസ്സന്മാരാ. യുവാക്കൾ ഇന്ന് പള്ളിയിലേക്ക് വരുന്നില്ല. പള്ളിയുടെ മുന്നിലുള്ള ഏതെങ്കിലും കളിക്കളപ്പിൽ ചെന്ന് നോക്കേണ്ട പ്രിയപ്പെട്ടവര്, ചെറുപ്പക്കാരവിടെ സജീവമാണ്, ചെറുപ്പക്കാര് സജീവമാ. അല്ലാഹു ചോദിക്കുന്ന ഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? അന്നകും ഇലൈനാ ലാ തുർജഊൻ എന്നിലേക്ക് മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ കരുതിപ്പോയോ? നിങ്ങൾ ഈ എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ? ഈ ആയത്തിന്റെ ഗൗരവം എന്റെ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകൂല. മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ ആയത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയണോ? ഈ ആയത്തിന്റെ ഘനം നിങ്ങൾക്കറിയണോ? ഈ ആയത്തിന്റെ ഗാംഭീര്യം നിങ്ങൾക്കറിയണോ? ഈ ആയത്തിന്റെ വ്യാപ്തി നിങ്ങൾക്കറിയണോ സഹോദരങ്ങള്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പുണ്യ പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കാൻ ഭാഗ്യം കിട്ടിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് പോലെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ആദരവായ പ്രവാചകന്റെ സഹാബത്തുണ്ടല്ലോ, നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ ആ സഹാബാക്കളിലെ പ്രമുഖനല്ലേ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ ആയത്തിന്റെ ഗൗരവം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സംഭവം പറയുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലൂടെ ഒരു രോഗം പിടിപെട്ട മനുഷ്യന് സഞ്ചരിക്കുകയാ. അയാൾ മാനസിക രോഗിയാണ്. അയാളുടെ ശാരീരിക അസ്വസ്ഥതകൾ വല്ലാതെ വേട്ടയാടുകയാ. മാനസികമായി തകർന്നുപോയ, ശാരീരികമായി തകർന്നുപോയ ഒരു മനുഷ്യൻ ഇബ്നു മസ്ഊദിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോ ആ മനുഷ്യനെ കാണുമ്പോഴേ അറിയാ കണ്ണു കുഴിഞ്ഞിരിക്കുകയാ. വിശാലം തളം കെട്ടി നിൽക്കുന്ന മുഖമാണ്. ആ മനുഷ്യന്റെ മുഖതാവിലേക്കും നോക്കുമ്പോൾ അറിയാം മനുഷ്യന്റെ മനസ്സിന്റെ വേദന. ആ മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്, നൊമ്പരപ്പെടുകയാ. ആ മനുഷ്യൻ ഇബ്നു മസ്ഊദിന്റെ ചാരത്ത് കൂടി നടന്നു പോകുമ്പോ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബഗവി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കൂട്ടരെ. ഇമാം ബഗവി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഇബ്നു മസ്ഊദിന്റെ ചാരത്ത് കൂടി ഒരു മനുഷ്യന്, രോഗിയായ മനുഷ്യനെ നടന്നു പോകുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനടുത്തേക്ക് വിളിക്കുകയാ. ആ മനുഷ്യനടുത്തേക്ക് വിളിച്ചിട്ട് ആ മനുഷ്യന്റെ കാതിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ഒരു ആയത്താണ്. ഈ ആയത്തോടിയിട്ടങ്ങ് കാതിലൊന്ന് ഊതിക്കൊടുക്കുകയാ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഈ ആയത്തോടിയിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളാ രോഗിയായ മനുഷ്യന്റെ കാതിലും ഊതി കൊടുക്കുകയാ. സഹോദരങ്ങളെ, സംഭവിച്ചതെന്തെന്നറിയോ? മാനസിക വിഭ്രാന്തിയോടെ നടന്ന മനുഷ്യനാ, ഭ്രാന്ത് വന്ന മനുഷ്യനാ, ശാരീരികമായി തളർന്നു പോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കാതിൽ ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ ആയത്തൊന്ന് ഊതി കൊടുത്തപ്പോ ഫഖദ് ബരിആ, ആ മനുഷ്യന്റെ രോഗം മുഴുവനും മാറിപ്പോവുകയാ. ആ മനുഷ്യന്റെ രോഗം അങ്ങ് മാറുകയാണ്. ഈ വിവരം ആദരവായ പ്രവാചകന്റെ കാതിലെത്തുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, റസൂലുള്ളാഹിന്റെ കാതിലെത്തി. ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് ചോദിക്കും, ഇബ്നു മസ്ഊദ്, നീ ഏത് ആയത്താണ് പൊന്നുമോനെ ഓതിക്കൊടുത്തത്? ഏത് ആയത്താണ് നീ ആ മനുഷ്യന്റെ കാതിൽ ഊതിക്കൊടുത്തത്? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാൻ ഓതിയ ആയത്ത് ഈ ആയത്താണ്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ള എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, വല്ലദീ നഫ്സി ബിയദിഹി
എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കയ്യിലാണോ ആ പടച്ചവന് തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ മൂഖിനൻ ഖറാഹാ അലൽ ജബലി ലസാലാ. ആരെങ്കിലും ഒരാൾ ഈമാനോടെ ഉറപ്പോടെ വിശ്വാസദാർഢ്യത്തോടെ ഒരു മനുഷ്യൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ ആയത്തോതിയാൽ തേവലക്കരക്കടുത്ത് എവിടെയാണ് സഹോദരങ്ങളെ മലയുള്ളത്, എവിടെയാണ് പർവ്വതമുള്ളത്? ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ വിശ്വാസദാർഢ്യത്താൽ ഓതിക്കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ ആയത്തങ്ങ് ഓതിക്കഴിഞ്ഞാൽ, ആദരവായ പ്രവാചകൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും പറഞ്ഞത് എന്തെന്നറിയോ? ആകോ പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഏതിനെ സംബന്ധിച്ചുമുള്ള അവഗാഹം നേടിയ പ്രവാചകനെ പറഞ്ഞത് എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ആയത്തോടെ കഴിഞ്ഞാൽ ആ പർവ്വതം നീങ്ങി പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. വിശ്വസിക്കണേ ചെറുപ്പക്കാരാ, വിശ്വസിക്കണേ ചെറുപ്പക്കാരാ. നാളെ നേരം വെളുത്തിട്ട് ഏതെങ്കിലും മലമുകളിൽ കയറി നിന്നിട്ട് ഈ ആയത്തോടിയിട്ട് ഇമാം ബഗവിയെ വെല്ലുവിളിച്ചാൽ, എന്നെ വെല്ലുവിളിച്ചാൽ, ഹസൻ തങ്ങളെ വെല്ലുവിളിച്ചാൽ, പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ നിൽക്കുന്ന പർവ്വതമൊന്ന് ചലിക്കണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മൻ ഖറാഹാ മൂക്കിനൻ, ആരെങ്കിലും വിശ്വാസത്തിന്റെ ഉറപ്പോടെ ഓതിക്കഴിഞ്ഞാൽ, ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടില്ല, ആരെങ്കിലും ഒന്ന് ഉറച്ചുകൊണ്ട് ഈമാനോടെ ഓതിക്കഴിഞ്ഞാൽ ആ പർവ്വതം നീങ്ങി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും പവറാണ് കൂട്ടരെ ഈ ആയത്തിനുള്ളത്, അത്രയും പവറാണ് ഈ ആയത്തിനുള്ളത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അങ്ങ് വെറുതെ അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന്? അല്ല, നിങ്ങൾ അങ്ങനെ വെറുതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന ബോധത്തോടെ നിങ്ങൾ ജീവിച്ചാൽ എന്റെ അടുത്ത് വരില്ല, വരേണ്ടി വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതും തെറ്റാണ്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതെനിക്ക് ഇബാദത്താണ്, എനിക്ക് ഇബാദത്താണ്. അതിന് എന്തെങ്കിലും ഒരു ഭംഗം നിങ്ങൾ വരുത്തിയാൽ നിങ്ങൾ എന്റെ മുമ്പിൽ വരേണ്ടി വരും, എന്റെ മുന്നിൽ വരേണ്ടി വരും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് അശ്രദ്ധ മാറ്റിവെക്കുക, അശ്രദ്ധ നമ്മളെ മാറ്റിവെക്കുക. നമ്മൾ ഏത് വിഷയത്തിലും ഒരു ജാഗ്രതയാണ്. ആ ജാഗ്രതയോടുകൂടി നമ്മൾ ഇബാദത്ത് എടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളല്ലാതായി തീരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മലക്കുകളെക്കാൾ ഈ തേവലക്കരയുടെ ഈ അലവിക്കുഞ്ഞ് മൗലവി നഗറിൽ ഒരുമിച്ച് കൂടി എന്റെ വിശ്വാസികൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനുഷ്യന്റെ യഥാർത്ഥ വിശേഷണങ്ങൾ ഒത്തൊരുമിച്ച ഒരു നല്ല ശ്രദ്ധയുള്ള വിവേകമുള്ള ഇബാദത്തിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്ന ഒരാളായി മാറിയാൽ ജിബ്രീൽ നമ്മുടെ ജോലിക്കാരനായി മാറും, മലക്കുകൾ നമ്മുടെ ജോലിക്കാരായി മാറും, നമ്മുടെ ഖാദിമീങ്ങളായി നമ്മുടെ മാലാകമാരെ അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് അശ്രദ്ധ മാറ്റിവെക്കുക. അശ്രദ്ധയുള്ളവനെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് നാൽക്കാലികളോടാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി പറയുന്ന രണ്ട് കൂട്ടരെ ഒന്ന് ശ്രദ്ധിച്ചോളി. നമ്മൾ നാൽക്കാലികളെ പോലെ ആകണ്ട, നമ്മളൊന്ന് ശ്രദ്ധിച്ചോളി. അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കാത്ത നല്ല ഒരു യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തേത്, അതാ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ സ്വഭാവ ഗുണം, അത് എന്തിനോട് അല്ലാഹു ഉപമിച്ചു? പടച്ചോ നമ്മളെ നന്നാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാ തേവലക്കര, അതുപോലെ തന്നെ ഈ കരുനാഗപ്പള്ളി, നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് ആലിമീങ്ങളും ദർസി പാരമ്പര്യവും ഒക്കെ ഉള്ള നാടാണ്. നമുക്കൊക്കെ ഒരുപാട് എത്ര ആവേശത്തോട് കൂടിയിട്ടാണെങ്കിലും നമുക്കൊരു വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുന്നിൽ പണ്ഡിത മഹത്തുക്കളുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഞാൻ കരുനാഗപ്പള്ളിയിൽ 4-5 കൊല്ലം ഞാൻ പഠിച്ചയാളാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉസ്താദൊക്കെ അന്ന് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീന്റെ കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാണ്. മാസത്തില് ഒരു ക്ലാസ് ഉസ്താദിന്റെ ഒരു ഫിഖ് ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർക്ക് കുറവുണ്ടോ? നമുക്ക് എന്തിനാ കുറവുള്ളത്? കോട്ടക്കര ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്, റയീസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്, തഴവ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്, വി കെ അബ്ദുള്ള ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്, ഉമർകുട്ടി ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്.
നമ്മുടെ നാട്ടിൽ നിന്നല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞു കിടക്കുന്നത്? നമ്മുടെ നാട്ടിലല്ലേ യൂനുസ് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്? നമ്മൾ ആരാണ്? നമുക്ക് ഒന്നിലും നമ്മൾ പിന്നിലോട്ടില്ല. ഏതിലാ നമ്മൾ പിന്നിലോട്ടുള്ളത്? കഴിഞ്ഞ വർഷത്തെ കണക്ക് എനിക്ക് ഓർമ്മയില്ല. അതിന് മുമ്പത്തെ വർഷം തിരുവോണത്തിന് കള്ള വിറ്റതിലും ഒന്നാമത് കരുനാഗപ്പള്ളിയാണ്. കലാഭവമണിയുടെ ചാലക്കുടി പോലും 2ാം സ്ഥാനമേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും മുമ്പന്തിയിലാണ് നമ്മൾ. നല്ല വിഷയങ്ങളിൽ മുമ്പന്തിയിലായിക്കോളി, ബാക്കി വിഷയങ്ങളിലൊക്കെ പിന്നിലോട്ട് വരും. അള്ളാഹു നമ്മളെ എല്ലാ അർത്ഥത്തിലും അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ, ശ്രദ്ധിക്കുന്നവരിൽ, ഇബാദത്തിൽ ജാഗ്രത കാണിക്കുന്നവരിൽ, അശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.